ചുരുക്കി പറയാനുള്ള എന്താ വെച്ചാൽ ആണുങ്ങൾ അത്രേ ഉള്ളൂ. ആണുങ്ങൾക്ക് ബർത്ത്ഡേയും അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയും പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഇന്നലെ അത്ഭുതവും ഉപരി സന്തോഷവും വന്ന ദിവസമാണ്. ഇതുണ്ട് വീഡിയോസിൽ പറയാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു രസമുണ്ടായി. എന്താ സംഭവം അറിയാമെങ്കിൽ, ഇന്നലെ പറഞ്ഞാൽ മാർച്ച് 31 ഞാൻ എന്നത്തെ പോലെയും വീട്ടിലെത്തി. വീട്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്തിന് കുട്ടികൾക്ക്. ഒരു ഐസ്ക്രീമല്ല, എല്ലാവർക്കും ഇവിടെ ഐസ്ക്രീമൊക്കെ കൊടുത്തിന്. അതൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മളെ കിണറുമ്മലിങ്ങനെ ഇരിക്കുകയാണ്. കിണറുമ്മൽ ആ ഇരിപ്പിടത്തുമ്പോട്ടോ, അത് കിണറുമ്മലൊരു ഇരിപ്പിടാണ്. അപ്പോൾ പക്ഷെ ഇവിടെ വരികയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ എഴുതിയാണ്ട് ഞാൻ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോണ്ട് വൈഫ് ഫോണും പിടിച്ചാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് സംഗതി ഒന്നും മനസ്സിലായില്ല. എന്തിനപ്പോൾ ഇത് ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനവിടെ പോയി ഇന്ന് കുട്ടീനായിട്ട് കളിച്ചിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റും കൊണ്ടുണ്ട്. ആര് വരുന്നത്? മകളിങ്ങനെ വരുന്നുണ്ട്, ഒരു പെട്ടിയൊക്കെ കൊണ്ട്. അപ്പോൾ പെട്ടി കൊണ്ട് എന്താ ഇത് സംഗതി മനസ്സിലായില്ല. അയിമേൽ എഴുതിയൊക്കെ ചെയ്തിരിക്കുന്ന സംഗതി ഞാനത് മെയിൻ ചെയ്തിട്ടില്ല. എന്താ ഇത് മനസ്സിലായി. ഞാനങ്ങനെ ഇതിപ്പോൾ എന്ത് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെയല്ലോ. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്ത് ചെയ്യും, അത് പെണ്ണുങ്ങളാർ പിന്നെ ഒരു മാസം മുന്നേ തന്നെ ഒരുങ്ങുമല്ലോ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു കേൾക്കാതെ സംസാരിക്കാം കേട്ടോ. അതാണ് വീട്ടിൽ തന്നെയാണ്. അപ്പം പിന്നെ ഇപ്പം ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് വെളുത്തപ്പോൾ നമ്മൾ ഒരു വീഡിയോസ് എടുക്കാമെന്ന് കരുതിയതാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ അതിൽ പെട്ടതാ ഷർട്ട്. അപ്പോൾ ഈ ഷർട്ട് അതിൽ പെട്ടതാണ്. പാൻസ് ഉണ്ട്, ഷർട്ട്, പാൻറ്റ്, കുറേ ചോക്ലേറ്റുകൾ, സ്പ്രേ, അങ്ങനെ പാടെ സംഗതികളൊക്കെ ഒരു വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല അൽഫാം മന്തിൻ്റെ വാങ്ങിച്ചിങ്ങനെ. അതായിരുന്നു വെച്ചു. അപ്പോൾ അത് കുട്ടികളെ തൊണ്ട് നിർത്തിക്കൊണ്ട് ഒരു വാങ്ങിയാണ്. ഇപ്പച്ചി ഗിഫ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വൈഫിനും കൂടി വേണം. പക്ഷെ എന്താ നമ്മളിത് മറക്കല്ലേ. അപ്പോൾ ഇപ്പച്ചിനെ മാത്രം സ്വീകരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് കിച്ചണിലെ പരിപാടി, മന്തിയൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പച്ചി ഇവിടെ വരുന്നതാണ്ട് കുട്ടികൾ 2 വീണ്ടും വിളിക്കണം. ഓല് തന്നതാണ്. അതിന് ശേഷം വേറെ ഏതായാലും മാഷാ അല്ലാഹ് 14 വർഷമായി. അപ്പോൾ ഏതായാലും 14 വർഷമായിട്ടോ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹ വാർഷികം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നേരം വെളുത്തിട്ട് ഇന്നത്തെ വീഡിയോസ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ സംഗതികളൊക്കെ അതിൽ കാണിച്ചു തരാം കേട്ടോ, അവർ തന്നത്. അപ്പോൾ ചുരുക്കി പറയാനുള്ള എന്താ വെച്ചാൽ ആണുങ്ങൾ അത്രേ ഉള്ളൂ. ആണുങ്ങൾക്ക് ബർത്ത്ഡേയും അതല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിയും പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓർമ്മിപ്പിച്ചാൽ ഓർമ്മപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ നെവർമെൻറ്റേക്ക് പോകും. വേറെ കുറേ സംഗതികളുണ്ടെങ്കിൽ നമ്മളെ ഷുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷുട്ടോ കണ്ണോക്കാൻ ഷുട്ടോ നോക്ക്. അപ്പോൾ അതാണ് നമ്മളെ ഷുട്ടുമോൻ. വേറെ ആളും വന്നു. ഇതിനെ സാധ്യമാണ്, മറ്റൊരു പിന്നെ സാധ്യപ്പെട്ടതല്ല. അപ്പോൾ പിന്നെ നിങ്ങളെ ഭർത്താക്കന്മാർ നമ്മളെ ഇതിന് ഗിഫ്റ്റ് തന്നില്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നില്ല, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടേണ്ടവരും അങ്ങനത്തെ മെയിൻറ്റിൽ നടക്കുന്ന ഭർത്താക്കന്മാരൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഉണ്ടെങ്കിൽ തന്നെ കുറ്റം പറയണമെന്നില്ല. ഏതായാലും അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. നമുക്ക് ഓർമ്മപ്പെടുത്തണമെങ്കിൽ 2 ദിവസം മുന്നേ ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഓർമ്മയിലുണ്ടാവും. അല്ലെങ്കിൽ ആ ഡേറ്റ് അങ്ങനെ കഴിയും. ഞാൻ അപ്പോൾ ഇന്നലെ നമ്മൾ JCBൻ്റെ ഇതിൻ്റെയൊക്കെ കണക്ക് ചെയ്തപ്പോൾ, കോറിയത്തൊക്കെ കണക്ക് ചെയ്തപ്പോൾ വരെ 31/3 എന്നൊക്കെ എഴുതി പോകുന്നുണ്ട്. എന്ത് 31? അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനൊരു കുഞ്ഞ് വീഡിയോസാക്കി ഇട്ടതെന്നുള്ളൂ. നമുക്ക് സന്തോഷമായി.
മാഷാ അല്ലാഹ് 14 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം ഇന്നലെ അത്ഭുതവും സന്തോഷവും എന്തൊക്കെയൊരു ബന്ധമായിട്ടുള്ള ദിവസമാണ്. നമ്മൾ പ്രതീക്ഷിക്കണില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പം നമുക്ക് വൈഫ് എടുത്ത ആ വീഡിയോ കാണാം. എന്താ ഗിഫ്റ്റ് കിട്ടിയത് ദിവസം അറിയില്ലേ? ഓ നല്ല മണമല്ലോ. നല്ല മണമുണ്ടോ? നല്ല ദേഷ്യമുണ്ടോ? അടിപൊളില്ലേ? ഇതാണ് കേട്ടോ ആ ഗിഫ്റ്റ് ബോക്സ്. ഇവളെ ഭാഗം എനിക്കൊരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ആള് ഇവര് രണ്ടാളും കൂടെ കൂടി കേട്ടോ. ഇതാ ഇവിടെ താത്ത വലിച്ചിട്ട് ഇവര് രണ്ടാളും ഭാഗേ ഇവള് നോക്കിയിരുന്നു. അപ്പൊ നോക്കുമ്പോ ഇതാ കാണുന്നു ഗൈസ്, കണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാനും സംഗതി ഞാൻ മറന്നീന്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫിൻ്റെ ഭാഗയും കുട്ടികളെ ഭാഗമൊക്കെ സമ്മാനങ്ങൾ റെഡിയാക്കി വെച്ച് ഞാൻ വന്ന് നോക്കുമ്പോൾ കേട്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല, ആരോടും പാടില്ല. ഇതുണ്ടാക്കിയത് ഇന്ന ആളാണ്, ഇവർ രണ്ടാളാണ്. ഒരു മടിയായിട്ട് പോവാണ്. പക്ഷേ എന്താ സംഭവം ചോദിച്ചാൽ മറ്റോല് ഇമ്മച്ചും കൂടി അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇവർ രണ്ടാളും ഒപ്പിച്ചത്. ഇങ്ങോട്ട് ഏയ്സ് ഇതൊക്കെ ഉണ്ടോ അടക്ക്? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ 14 വർഷമായിട്ടോ ഗൈസ്. ഉമ്മച്ചിനെ കാണിച്ചത്, ഉമ്മച്ചി വണ്ടി, ഉമ്മച്ചി വണ്ടി ഗൈസ്, ഉമ്മച്ചി വണ്ടി. ഇത് താത്ത, താത്തിയും ഇത് ഇത്തിയും, ഇത് ഇത്തിയും. ആരെത്തിയും താത്തിയും അവിടെ ഇവിടെ ഓള് ഫോണിൽ കളിച്ചു തിരക്കാറ്. അപ്പോൾ ഓള് തന്ന ഡ്രസ്സ് ഇട്ട് കണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. ബൈ.